ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മക്കളുടെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പേരുകൾ ഒരുപക്ഷെ മാധ്യമങ്ങളിലാകെയും ഇങ്ങനെ ക്യാരി ചെയ്യുന്ന ചില പ്രതിബിംബങ്ങളുടേതാണെങ്കിലും അതിനപ്പുറത്ത് ഒരുപാട് മനുഷ്യരുണ്ട് ഇവർക്ക് വേണ്ടി സേവനം ചെയ്യുന്നവർ. ഈ പ്രതിബിംബങ്ങൾ ഉണ്ടായിത്തീരുന്നത് ദോഷമാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ അത് ബിംബവൽക്കരിക്കുന്നവർ അതിന്റെ ആ മൂല്യങ്ങൾ സൂക്ഷിക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ അതല്ലാതെ പേര് വരാതെ, പ്രശസ്തി വരാതെ, വലിയ വലിയ സ്പോൺസർമാരെ ഒന്നും കിട്ടാതെ, ഒരുപാട് പരിപാടികൾക്ക് ക്ഷണിക്കപ്പെടാതെ കുറെ മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. ചാത്തന്നൂരിൽ ആനന്ദതീരം എന്ന് പറയുന്നൊരു കേന്ദ്രമുണ്ട്. ഞങ്ങൾ ഈ ന്യൂ ഇയർ സമയത്ത് ഒരു പൊതുമാധ്യമത്തിലൂടെ ജനങ്ങളോട് പറഞ്ഞിരുന്നു, അവർക്കായി വാങ്ങാം, നമുക്ക് നൽകാം എന്ന് പറയുന്നൊരു പരിപാടി. അതിലൂടെ പ്രധാനമായും ഉദ്ദേശിച്ചത് ഈ ഭിന്നശേഷിയുള്ള മക്കൾക്ക് അതുപോലെയുള്ള സ്ഥാപനങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അത്രമേൽ പ്രയാസപ്പെടുന്നവരുണ്ട്. ഈ സാമ്പത്തികമെല്ലാം കിട്ടുന്നതിനോടുകൂടി പിന്നെ കാർഡ് മാറ്റി റേഷൻ കാർഡ് ഉണ്ടാക്കുന്നവരൊന്നുമല്ല അവർ. അങ്ങനെയുള്ള ഒരു സ്ഥാപനമാണ് ആനന്ദതീരം എന്ന് പറയുന്ന ചാത്തന്നൂരുള്ളത്. 10 വർഷമായി തുടങ്ങിയിട്ട്. 2014 തുടങ്ങിയതാണ്. 7 കുട്ടികളുമായി തുടങ്ങി. ഇപ്പൊ 87ഓളം ഇൻമേറ്റ്സ് ഉണ്ട്. കുട്ടികളെന്ന് വിളിക്കാവോ എന്ന് എനിക്കറിയില്ല. 6 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ളവർ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുന്ന ഭിന്നശേഷിക്കാരായ മക്കൾ. റെസിഡൻഷ്യലാണ്, പൂർണ്ണമായിട്ടും റെസിഡൻഷ്യലാവുന്ന ഇത്തരം ആളുകളെ സംരക്ഷിക്കേണ്ട സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നമ്മൾ പറയുന്ന മുതുകാട് സാറിന്റെ സ്ഥാപനത്തിലൊക്കെ 80-90 കുട്ടികളിൽ 5 പേരൊഴികെയുള്ളവരെല്ലാം ഡേ സ്കോളേഴ്സ് ആണെന്നാണ് പറയുന്നത്. ഇത് 87 പേർ അവിടെ തന്നെ താമസിച്ച് പഠിക്കുകയും ജീവിക്കുകയും ചെയ്യുകയാണ്. അത്തരം കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടി ആ സ്ഥാപനത്തിലേക്ക് ഈ പറഞ്ഞ ഞങ്ങളുടെ സുഹൃത്തുക്കളായ സ്നേഹസേനയിലെ അംഗങ്ങൾ പോയി. അതിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. കൊണ്ടുപോയ സാധനങ്ങളെല്ലാം അവിടെ കൊണ്ടുവന്ന് കൈമാറി. ഈ കൊണ്ടുപോകുന്നതിന്റെ വാഹനക്കൂലി പോലും എല്ലാവരും പോക്കറ്റിൽ നിന്നാണ് എടുത്തത്, അല്ലെങ്കിൽ ഒരു സുഹൃത്തിന്റെ വണ്ടി വാങ്ങിയാണ് ഉപയോഗിച്ചത്. സംഘാടന ചെലവ് പോലും ഇത്തരം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് നമ്മുടെ പോക്കറ്റിൽ നിന്നാകണം എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അല്ലാതെ ഇവരെ വെച്ച് വിപണനം നടത്തുന്നതിൽ കാര്യമില്ല. നിങ്ങൾക്ക് സന്ദർശിക്കാം ഈ സ്ഥാപനം, നോക്കാം, കാണാം. എന്നിട്ട് അവിടെ അവർക്ക് ആവശ്യമുള്ളത് എന്താണോ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യും. നമസ്കാരം. ഞാൻ
എൻ്റെ പേര് അജിത. ഞാൻ ഈ ആനന്ദതീരം എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തുന്ന ആളാണ്. നമ്മുടെ സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പം ഏകദേശം 10 വർഷത്തോളമായി. ഇവിടെ 7 കുട്ടികളുമായിട്ട് തുടങ്ങിയ സ്ഥാപനം ഇപ്പം 67 പേരായി ഇൻമേറ്റ്സ്, ആൺകുട്ടികളും പെൺകുട്ടികളും ഏജ്ഡായിട്ട്, അതായത് 9 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ഉള്ളവരുണ്ട്. എല്ലാം പലതരത്തിലുള്ള ഭിന്നശേഷിയുള്ള കുട്ടികളാണ്. അപ്പോൾ നമുക്ക് ഗവൺമെൻറ് ഗ്രാൻറ്റൊന്നും ഇതുവരെ ആയിട്ടില്ല. എല്ലാ രജിസ്ട്രേഷനും ഒക്കെ ഉണ്ട്. ഒരു വാടക കെട്ടിടത്തിലാണ് ഞാനിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വാടക മാത്രം 37,500 രൂപ മാസം കൊടുക്കുവാണ്. ഒരുവിധം നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ദൈനംദിന കാര്യങ്ങളൊക്കെ ഒരുവിധം ഇതായിട്ട് പോകുന്നതേ ഉള്ളൂ. ഒരുപാട് ബാധ്യതയിലും പ്രശ്നത്തിലൊക്കെയാണ്. കുട്ടികൾക്ക് മെഡിസിൻ മാത്രം 35,000-40,000 രൂപ മാസമാവും. പിന്നെ അവരുടെ ഡ്രസ്സ്, ബാക്കിയുള്ള കാര്യങ്ങൾ, ദൈനംദിന ചിലവുകളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. സ്റ്റാഫുകൾ മാത്രം ഞാൻ കൂടാതെ 16 പേരുണ്ട് ഇവിടെ സ്റ്റാഫുകൾ. അവരുടെ എന്ന് വെച്ചാൽ എല്ലാവർക്കും അവരുടെ സ്വന്തം കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്തവരാണ് മിക്കവരും. അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണം. അവരുടെ ദൈനംദിന കാര്യങ്ങളെല്ലാം, കുളിപ്പിക്കുന്നത്, ഡ്രസ്സ് ഇടുന്നത്, അവരുടെ ആഹാരം എല്ലാം കഴിക്കുന്ന അതുള്ള ഒരുപാട് കുട്ടികളാണ് ഇവിടെ ഉള്ളത്. കുട്ടികളും ഏജ്ഡായിട്ടുള്ളവരുമുണ്ട്. അവരുടെ ഡ്രസ്സൊക്കെ തന്നെ നമുക്ക് ഓണമൊക്കെ ആകുമ്പോൾ ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്നുണ്ട്, ആരെങ്കിലും ഒരാൾ സ്പോൺസർ ചെയ്യും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ പഴയ ഡ്രസ്സുകൾ ഓരോരുത്തർ കൊണ്ടുതരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതനുസരിച്ച് അവരുടെ കഴുകി തേച്ച് കൊണ്ടുവരാൻ പറയും. അങ്ങനെയാണ് എൻ്റെ കുട്ടികൾക്ക് ഉപയോഗിക്കുന്നത്. അവർക്ക് കുട്ടികൾക്ക് തന്നെ 2-3 ജോഡി ദിവസം വേണ്ടി വരും. പിന്നെ ഡൈപ്പർ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പം നമ്മളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആസ്ഥാനമില്ല എന്നുള്ളതാണ്. ഈ വാടകയ്ക്ക് ഇപ്പം ഞാൻ അഡ്മിഷൻ എടുക്കുന്നില്ല. ഇപ്പോൾ ഉള്ളവർ തന്നെ ഇതിൽ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് നമ്മൾ കഴിയുന്നത്. അപ്പം ഒരു ആസ്ഥാനം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ സാമ്പത്തികമായിട്ടും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ കഴിയുന്ന രീതിയിൽ എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.